തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എം.ആർ. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷു കെണി തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. DGPയുടെ ശുപാർശയുണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം എന്ന നിലയ്ക്ക്. എങ്ങനെയാണ് താങ്കൾ അടക്കമുള്ളവർ ഇതിനെ കാണുക? ആഭ്യന്തര വകുപ്പിന് മുന്നിലാണ് ഈ ശുപാർശ നിൽക്കുന്നത്. ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ കേസെടുക്കുക ഇല്ലെങ്കിൽ തള്ളുക. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഒരു കാരണവശാലും എം.ആർ. അജിത് കുമാറിനെ എതിരെ കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ എം.ആർ. അജിത് കുമാറിനെതിരായിട്ടുള്ള റിപ്പോർട്ട് തള്ളിയതിനു ശേഷം ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതിന് ഒരു പക്ഷേ DGPക്കെതിരെ കേസെടുത്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് എം.ആർ. അജിത് കുമാർ. എം.ആർ. അജിത് കുമാറിനെ പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും അതുപോലെ തന്നെ ഭരണകക്ഷിയിലെ CPI ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ തൽക്കാലത്തേക്ക് അദ്ദേഹം വഹിക്കുന്ന പദവികളിൽ നിന്ന് മാറ്റി നിർത്തി ചോദിച്ചാൽ തിരിച്ച് അദ്ദേഹം വർദ്ധിത വീര്യത്തോടെ വലിയ പദവികളിലേക്ക് മടങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെതിരെ ആര് റിപ്പോർട്ട് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി എം.ആർ. അജിത് കുമാറിന്റെ ഒപ്പമാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇതിനപ്പുറത്തേക്ക് തീരുമാനമെടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുന്ന വിഴുപ്പലക്കലും പരസ്പരമുള്ള ചെളിവാരിയെറിയലും കേരളത്തിലെ പൊതുസമൂഹത്തിന് എത്രത്തോളം ഗുണം ചെയ്യും, കേരളത്തിലെ പൊതുസമാധാനത്തിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട പോലീസ്, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ലഹരി മാഫിയ കേരളം കീഴടക്കുമ്പോൾ അതിനെതിരായി ജാഗരൂകരായി നിൽക്കേണ്ട പോലീസ്, ആ പോലീസിന്റെ തലപ്പത്ത് DGPയും DGP റാങ്കിലുള്ളവരും ഒക്കെ തമ്മിലുള്ള ഇത്തരത്തിലുള്ള തർക്കം, P. വിജയനെ പോലുള്ള ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ പെടുത്തിയത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ, ഇപ്പോൾ DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, എം.ആർ. അജിത് കുമാറിന്റെ തൻപ്രമാണിത്വം, ഇതൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ അരുമശിഷ്യനായ എം.ആർ. അജിത് കുമാർ എന്നും സോണിലായിരിക്കും എന്ന കാര്യത്തിൽ